എന്താ നമ്മുടെ ഈ ഒരു ടീ ഫാക്ടറിൻ്റെ ഇവിടുത്തെ ഒരു സംവിധാനം എങ്ങനെയാണ് ഇവിടുത്തെ ഒരു സജ്ജീകരണം? പ്രധാനമായിട്ടൊരു ടീ ഫാക്ടറിയാണ്. 20 കൊല്ലം കഴിഞ്ഞു ഇപ്പോൾ ഇത് തുടങ്ങിയിട്ട്. അപ്പോൾ ഈ ടീയോടൊപ്പം ഞങ്ങൾ വേറെ 2-3 ഉൽപ്പന്നങ്ങളും കൂടെ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കാപ്പി പൊടി ചെയ്യുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു പുതിയ സംരംഭം തുടങ്ങിയത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയുടെ പരിപാടി. എത്ര കാലമായി ഇത് തുടങ്ങിയിട്ട്? ടീ ഫാക്ടറി തുടങ്ങിയിട്ട് 20 കൊല്ലം കഴിഞ്ഞു. 20 കൊല്ലം കഴിഞ്ഞു. വെളിച്ചെണ്ണ തുടങ്ങി അടുത്ത കാലത്ത് ഒരു മാസം കഴിഞ്ഞതേ ഉള്ളൂ. പുതിയ പ്രോജക്റ്റ് അത് വെളിച്ചെണ്ണയുടെ. ഇതിൻ്റെ ഒരു ഓതറൈസേഷൻ എങ്ങനെയാണ് ഇതിൻ്റെ? ഇടുക്കി രൂപതയാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റ്. അത് ഒരു ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഹൈലാൻഡ് വെൽഫെയർ ട്രസ്റ്റ് എന്നാണ് അതിൻ്റെ പേര്. ട്രസ്റ്റിന് കീഴിൽ അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നന്നായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ ഉൽപ്പന്നങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്യുന്നത് ഇവിടെ തന്നെയാണോ? തേയിലയുടെ എല്ലാം നമ്മൾ ഇവിടെ തന്നെ ഈ പ്രദേശത്ത് തന്നെ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം ഇവിടെ ഈ പ്രദേശത്തിൻ്റെ ഈ തേയില തൈയെല്ലാം നമ്മൾ തന്നെ നട്ട് പിടിപ്പിച്ച് കൊടുത്തതാണ് കൃഷിക്കാർക്ക്. അങ്ങനെ ഒരു പുതിയൊരു കൃഷി അവരെ പഠിപ്പിച്ചത് നമ്മൾ തന്നെയാണ്. എന്നിട്ട് നമ്മൾ കൃഷിക്കാരിൽ നിന്ന് അവരുടെ ലീഫ് നമ്മൾ വിലയ്ക്ക് വാങ്ങിക്കുന്നു. എന്നിട്ട് നമ്മളിവിടെ പ്രോസസ്സ് ചെയ്യുന്നു. എന്നിട്ട് ആ തേയില നമ്മൾ മാർക്കറ്റിലോട്ട് കൊടുക്കുന്നു. കൂടുതൽ ഓപ്ഷൻ വഴിയാണ് നമ്മൾ കൂടുതൽ സെയിൽ ചെയ്യുന്നത്. പാക്കറ്റിലും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ വെളിച്ചെണ്ണയുടെ കാര്യം പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ എങ്ങനെയാണ് അവിടെ? വെളിച്ചെണ്ണ ചെയ്യാൻ തന്നെ ഒരു കാരണം. ഇപ്പോൾ ഇതൊരു ഒരുപാട് കർഷകരുള്ള സ്ഥലമൊന്നുമല്ല ഇടുക്കി. തെങ്ങ് വളരെ ചെറിയ ഒരു രീതിയിൽ ഇവിടെ ഉള്ളൂ. വെളിച്ചെണ്ണ ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വെളിച്ചെണ്ണയ്ക്കകത്ത് ഒത്തിരി മായം ചേടുന്നു എന്നുള്ളൊരു വാർത്തയുണ്ട് പുറത്ത്. നമുക്ക് എല്ലാവർക്കും അങ്ങനെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ കിട്ടാൻ പ്രയാസമാണ് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ശുദ്ധമായ വെളിച്ചെണ്ണ കൊടുക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു ആഗ്രഹത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സംരംഭത്തിലേക്ക് പോകുന്നത്. നമ്മൾ കൊപ്രയൊക്കെ ഇപ്പം വെളിയിൽ നിന്നാണ് കളക്ട് ചെയ്യുന്നത്. നമ്മൾ അറിയാവുന്ന കൊപ്ര കളത്തിൽ നിന്ന് ഞാൻ തന്നെ നേരിട്ട് പോയി കൊപ്ര ബോധ്യപ്പെട്ട് അവിടുന്ന് കൊണ്ടുവന്നാണ് നമ്മളിപ്പം ചെയ്യുന്നത്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി നമ്മൾ മനസ്സിലാക്കുന്നത്? ഇതിൻ്റെ ഒരു സെലക്ട് ചെയ്യുന്ന രീതി എങ്ങനെയാണ്? ഇതിനകത്ത് വെളിച്ചെണ്ണയ്ക്കകത്ത് പറയപ്പെടുന്നത്, എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ല, പക്ഷേ വെളിച്ചെണ്ണയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളത്, നമുക്ക് ഒരു നല്ല വെളിച്ചെണ്ണ കൊടുക്കണമെങ്കിൽ ഒരു ആവറേജ് 200 രൂപ അതിൻ്റെ ഒരു ഉൽപ്പാദക സംവിധാനത്തിന് കിട്ടണം. യഥാർത്ഥത്തിൽ അതിനെ ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് 200 രൂപയെങ്കിലും കിട്ടിയെങ്കിൽ ഇന്നത്തെ നിലയ്ക്ക് ഒരു വെളിച്ചെണ്ണ ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ പലപ്പോഴും കസ്റ്റമറിന് ഏതാണ്ട് 200 രൂപ ഇപ്പോഴും 200 രൂപയ്ക്കൊക്കെ കസ്റ്റമേഴ്സിന് കിട്ടുന്നത്. പക്ഷേ ബിസിനസ്സുകാർക്ക് നമുക്ക് 200 രൂപയ്ക്ക് കൊണ്ടേ കൊടുത്തിട്ട് അവർ 200 രൂപയ്ക്ക് ഏതായാലും കസ്റ്റമറിന് കൊടുക്കുകയല്ലോ. മനസ്സിലാകുന്നല്ലോ. അപ്പോൾ അവിടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ചാൽ, ചിലപ്പോൾ 130 140 രൂപയ്ക്ക് കൊണ്ട് ബിസിനസ്സുകാർക്ക് എണ്ണ കൊണ്ടേ കൊടുക്കും. 130 രൂപയ്ക്ക് 140 രൂപയ്ക്ക് എണ്ണ ഉണ്ടാക്കാൻ പറ്റുകയില്ല, വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ പറ്റുകയില്ല. മനസ്സിലാകുന്നില്ലേ? 180 മുതൽ 200 രൂപ വരെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനാണ്. കസ്റ്റമറുടെ അടുത്ത് ആ 200 രൂപ ഉൽപ്പാദക സംഘത്തിന് കിട്ടിയെങ്കിൽ മാത്രമേ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും മാർക്കറ്റിൽ ഈ ഒരു പ്രതിസന്ധി നടക്കുന്നുണ്ട്. ഇപ്പോൾ 1.5 കിലോ കൊപ്ര വേണം 1 കിലോ വെളിച്ചെണ്ണ ഉണ്ടാകാനായിട്ട്. 1.5 കിലോ കൊപ്ര വേണം. 1.5 കിലോ കൊപ്രയ്ക്ക് കൊടുക്കുന്ന വിലയ്ക്ക് അതിൽ ആ 1.5 കിലോ കൊപ്രയുടെ വിലയിൽ താഴെ എണ്ണ കൊടുക്കാനായിട്ട് പറ്റുമോ? ആ ഒരു പ്രതിസന്ധിയെ നമ്മൾ മനസ്സിലാക്കണമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വെളിച്ചെണ്ണയ്ക്കകത്ത് എവിടെയോ എന്തൊക്കെയോ മറ്റ് എഡിബിൾ ഓയിൽസോ അല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ ചേരുന്നു എന്ന് മനസ്സിലാക്കണം. അതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മളിങ്ങനെ ഒരു സംരംഭത്തിലേക്ക് പോകാൻ തന്നെ കാരണം നമുക്ക് നിത്യേന ഉപയോഗിക്കുന്നതാണല്ലോ വെളിച്ചെണ്ണയൊക്കെ. അപ്പോൾ അത്തരം സാധനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ കൊടുക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ തുടങ്ങിയ ഒരു സംരംഭമായത്. ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് എങ്ങനെയാണ്? നമുക്ക് എങ്ങനെ ഔട്ട്ലെറ്റുകളുണ്ടോ? എത്ര ഔട്ട്ലെറ്റ് ഉണ്ട്? എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ നമ്മൾ ഈ സാധനം വിൽക്കുന്നത്? ഔട്ട്ലെറ്റുകൾ നമുക്കിപ്പോൾ ഈ കാൽവരി മോഡിനോടനുബന്ധിച്ച് 2-3 ഔട്ട്ലെറ്റുകൾ നമുക്കുണ്ട്. പിന്നെ ഇവിടുന്ന് ഡയറക്റ്റ് കൊടുക്കുന്ന രീതിയുണ്ട്. ഞാൻ പറഞ്ഞത് തുടങ്ങിയതേ ഉള്ളൂ. ഞങ്ങളുടെ വെളിച്ചെണ്ണയെക്കുറിച്ച് പുറത്തോട്ടങ്ങ് അറിഞ്ഞ് വരുന്നതേ ഉള്ളൂ. മാർക്കറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നത് ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ചിന്തിക്കുന്നത്. കാരണം അല്ലാതെ നമുക്ക് എളുപ്പമല്ല. കാരണം മാർക്കറ്റിൽ അതുപോലെ കോമ്പറ്റീഷൻ നടക്കുന്നു, പല വിധത്തിലുള്ള എണ്ണകൾ ചെല്ലുന്നു. അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഈ വക പ്രതിസന്ധി അതിൻ്റെ അകത്ത് ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഡയറക്റ്റ് കസ്റ്റമേഴ്സിൻ്റെ അടുത്തോട്ട് എത്തിക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നു. ഇനി അത് ഇടവകൾ കേന്ദ്രീകരിച്ചോ അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തെ മനസ്സിലാക്കി ഇങ്ങനെ ഒരു നല്ല ഉൽപ്പന്നം ആളുകളുടെ എത്തിക്കണമെന്ന് താല്പര്യപ്പെടുന്ന ഏജൻസികളുമൊക്കെ ആയിട്ട് സഹകരിച്ച്
നമുക്കിത് എത്തിക്കാവോ എന്നാണ് ഞങ്ങൾ നോക്കുന്നത്. ഇത് നമ്മുടെ ഇടവക്കാരോ അല്ലെങ്കിൽ അവരൊക്കെ ഇങ്ങനെ ഇവിടുന്ന് വാങ്ങി പോകാറുണ്ട് അത് വിൽക്കാനൊക്കെ ആയിട്ട്? ഉണ്ട്. അങ്ങനെ ഏതെങ്കിലുമൊക്കെ സംഘടനകൾ ഒരു മാതൃവേദി വഴിയോ വിൻസെൻ്റ് ഡീപ്പോൾ വഴിയോ ഒക്കെ കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ആലോചിക്കുന്നത്. അങ്ങനെ ഏതാനും ഇടവുകളിൽ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അതെ. ഇതിൻ്റെ ഒരു ഈ വെളിച്ചെണ്ണ ക്വാളിറ്റി ചെക്കിങ് അല്ലെങ്കിൽ അങ്ങനൊരു സിസ്റ്റം അതെങ്ങനെയാണ്? ഇപ്പം നമ്മളിവിടെ അങ്ങനെ ക്വാളിറ്റി ചെക്കിങ് നമുക്ക് ഇവിടെ സംവിധാനമില്ല. നമ്മൾ വെളിച്ചെണ്ണ നല്ല രീതിയിൽ ഉണ്ടാക്കുന്നു എന്നുള്ള നമ്മുടെ ബോധ്യമാണ്. അത് ഞങ്ങൾ വെളിച്ചെണ്ണ നന്നായിട്ട്, അതായത് കൊപ്രായിൽ നിന്ന് നോർമൽ കിട്ടുന്ന എണ്ണ നമ്മൾ കൃത്യമായിട്ട് പാക്ക് ചെയ്ത് വൃത്തിയായിട്ട് ചെയ്യുന്നു. നമുക്ക് ഒരു പുതിയ മില്ലാണ് ഞങ്ങളുടേത്. അപ്പോൾ അത് വളരെ നന്നായിട്ട് അത് ആ രീതിയിൽ പ്രോസസ്സിങ് നടത്തുന്നുണ്ട്. പറഞ്ഞു കേട്ടിട്ടുള്ളത് വെളിച്ചെണ്ണയിൽ നിന്നൊക്കെ നമ്മളിതിൻ്റെ ലാബ് ടെസ്റ്റിൽ പോലും ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം തെളിയിക്കാൻ പറ്റുകയെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന വെളിച്ചെണ്ണയ്ക്ക് പുറമെ മറ്റെന്തെങ്കിലുമൊക്കെ എഡിബിൾ ഓയിൽസിൻ്റെ അകത്ത് ചേർന്നിട്ടുണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പോലും പ്രയാസമാണെന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പൊതുവെ ഈ വെളിച്ചെണ്ണയ്ക്ക് വരുന്ന കംപ്ലൈന്റ് എന്തൊക്കെയാണ്? നമ്മുടെ അല്ല, പൊതുവെ എന്തിൻ്റെയൊക്കെ പ്രശ്നങ്ങളാണെന്നാണ് അത് കൂടുതൽ കേട്ടിട്ടുള്ളത്. ഈ നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്ത് പാരാഫിൻ പോലുള്ള പെട്രോളിയം ജെല്ല് പോലുള്ള സംഗതികൾ ചേരുന്നു എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിപ്പോൾ നമുക്കറിയാലോ അതുകൊണ്ടാണ് ഈ മാർക്കറ്റിൽ ഇങ്ങനെ ഈ താഴ്ന്ന വിലയ്ക്ക് വെളിച്ചെണ്ണ ബിസിനസ്സുകാരുടെ അടുത്ത് എത്തുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു 140 രൂപയ്ക്ക് ഒരു ഹോൾസെയിൽ വ്യാപാരിയുടെ അടുത്ത് വെളിച്ചെണ്ണ എത്തുന്നുണ്ടെങ്കിൽ അത് വെളിച്ചെണ്ണ അല്ലെന്ന് ഞാൻ പറയേണ്ടി വരും. കാരണം ഞങ്ങൾക്ക് അതിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അതല്ല. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ താഴെ കൊണ്ടുപോയി കടകളിൽ കൊണ്ടുപോയി കൊടുക്കുകയും മാർക്കറ്റിൽ എന്നാൽ കസ്റ്റമറുടെ അടുത്ത് ചെല്ലുമ്പോൾ ഞങ്ങൾ കൊടുക്കുന്ന ഏതാണ്ട് അതേ വിലയ്ക്ക് കസ്റ്റമറുടെ അടുത്ത് ചെല്ലുന്നുണ്ട്. 200 രൂപ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. 180 മുതൽ 200 രൂപ ഞങ്ങൾക്ക് കിട്ടിയാൽ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. ഞങ്ങൾക്ക് നഷ്ടമില്ലാതെ പോകാം. അത് പക്ഷേ ഒരു ബിസിനസ് ഇതിൻ്റെ ഇടയിലാണ് ഇതിൻ്റെ പ്രശ്നം. മനസ്സിലാകുന്നുണ്ട്. 140 രൂപയ്ക്ക് ഒരു ഹോൾസെയിൽ കടയിൽ എണ്ണ ചെല്ലുകയും കസ്റ്റമറുടെ അടുത്ത് 200 രൂപയ്ക്ക് ചെല്ലുകയും ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു പ്രശ്നമുണ്ട്. 140 രൂപയ്ക്ക് എണ്ണ ഒരിക്കലും ഒരു കടയിലും കൊണ്ട് കൊടുക്കാൻ ഒരു കമ്പനിക്കാൻ പറ്റില്ല യഥാർത്ഥത്തിൽ, നല്ല എണ്ണയാണെങ്കിൽ. അതാണ് പ്രശ്നം. അപ്പോൾ ഇത് ഈ കാര്യത്തിന് മാത്രമല്ല. ഇപ്പോൾ നമ്മൾ സൺഫ്ലവർ അതിൻ്റെ കുരുവിൻ്റെ വില അന്വേഷിക്കണം മാർക്കറ്റിൽ, ഓയിലിൻ്റെ വില അന്വേഷിക്കണം, കൊപ്രയുടെ വില മാർക്കറ്റിൽ എന്താണെന്ന് അന്വേഷിക്കണം. നമുക്കറിയില്ല 1 കിലോ കൊപ്ര അങ്ങോട്ട് ആട്ടിയാൽ 1 കിലോ എണ്ണ കിട്ടുന്നില്ലല്ലോ. അതായത് ഒരു 650 ഗ്രാം മുതൽ 700 ഗ്രാം വരെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ കണക്ക് കൂട്ടുമ്പോഴാണ് ഇത് എങ്ങനെ പോസിബിൾ ആകും എന്ന് നമ്മൾ ആലോചിക്കേണ്ട വിഷയം അവിടെയാണ്. ഇതിൻ്റെ ഒരു ടെക്നിക്കൽ പ്രോസസ്സ് എങ്ങനെയാണ് കൊപ്ര കൊണ്ടുവരുന്നത് വെളിച്ചെണ്ണയാക്കുന്നത്? ഓക്കെ, നമ്മൾ സാധാരണഗതിയിൽ നമുക്ക് ഡ്രൈഗറും സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തേങ്ങ എടുക്കുന്നു, പൊതിച്ച് നമ്മൾ അത് വെട്ടി ഡ്രൈഗറിൽ വെച്ച് ഉണങ്ങുന്നു. ഇപ്പം അല്ലെങ്കിൽ സാധാരണ നല്ല ചൂടൊക്കെ ഉണ്ടെങ്കിൽ സൂര്യപ്രകാശത്തിൽ ഉണങ്ങിയെടുക്കാം. വെയിലിൻ്റെ ചൂടിൽ നമുക്ക് ഉണങ്ങിയെടുത്ത് കൊപ്ര നല്ല ഡ്രൈ ആയിരിക്കണം. അല്ലെങ്കിൽ ഈ കൊപ്ര നല്ല ഉണക്കല്ലെങ്കിലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ജലാംശം കാണും. ഈ ജലാംശം ഇതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ എണ്ണ കേടാവും. എണ്ണ കനക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞ് കേട്ടിട്ടില്ലേ, എണ്ണയുടെ ടേസ്റ്റ് പോകും. അപ്പോൾ നല്ല ഡ്രൈ ആയിരിക്കണം, നന്നായിട്ട് ഉണങ്ങിയ കൊപ്ര ആയിരിക്കണമെന്ന്. അങ്ങനെ ഉണങ്ങിയ കൊപ്ര നമുക്കിവിടെ നമ്മുടെ സിസ്റ്റത്തിൽ നമുക്ക് കൊപ്ര കട്ടർ ഉണ്ട്. ആദ്യം അവിടെയാണ് ഈ കൊപ്ര കൊണ്ടുവന്ന് നമ്മൾ കൊപ്ര കട്ടറിൽ ഇതിടുന്നു. അപ്പോൾ ചെറിയ ചെറിയ പീസായിട്ട് അങ്ങനെ കട്ട് ചെയ്ത് വരും. അങ്ങനെ കട്ട് ചെയ്ത് വരുന്ന ഈ ചെറിയ പീസ് എടുത്ത് എക്സ്പെല്ലറിലേക്ക് നമ്മൾ കൊടുക്കും. എക്സ്പെല്ലറിൽ അത് പ്രവർത്തിച്ച് അതിൽ നിന്ന് ചെറിയ എണ്ണ ഇങ്ങനെ പിഴിഞ്ഞ് ഒരു ടാങ്കിലേക്ക് വരും. ആ ടാങ്കിൽ നിന്ന് ഫിൽറ്റർ ചെയ്യാനായിട്ട് പോകും. അതിൻ്റെ അകത്ത് കരട് മറ്റ് എല്ലാം നല്ല ശുദ്ധമായിട്ട് ഇതിൻ്റെ അകത്ത് മറ്റ് കാര്യങ്ങളെല്ലാം അതിൽ നിന്ന് മാറ്റി നമ്മുടെ വെളിച്ചെണ്ണ ഫിൽറ്റർ ചെയ്യും. ഫിൽറ്റർ ചെയ്തൊരു ടാങ്കിലേക്ക് വരുന്നു, പിന്നെ ഒരു ടാങ്കിലേക്ക് ശേഖരിക്കുന്നു, അവിടെ നിന്ന് പാക്കിംഗ് യൂണിറ്റിലേക്ക് വിടുന്നു. അങ്ങനെയാണ് അത് നടക്കുന്നത്. അപ്പം നമുക്കൊരു സാധാരണഗതിയിൽ ഒരു കിലോ കൊപ്രായ്ക്ക് ഒരു 650-700 ഗ്രാം വെളിച്ചെണ്ണ കിട്ടുന്നു. ഏതാണ്ട് 300 ഗ്രാം പിണ്ണാക്ക് കിട്ടുന്നു. പിണ്ണാക്ക് നമുക്ക് സെയിലബിളാണ്. നമുക്ക് ആടിനും പശുവിനും ഒക്കെ നമുക്ക് കൊടുക്കാനായിട്ട് പിണ്ണാക്ക് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും.
നമ്മുടെ ഒരു പ്രൊഡക്ഷൻ റേഞ്ച് എങ്ങനെയാണ്? നമ്മൾ എത്രത്തോളം നമ്മൾ ഉണ്ടാക്കാറുണ്ട് ഒരു ട്രിപ്പ്? നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് നമ്മൾ ഇപ്പോൾ ഒരു ബൾക്കായിട്ട് അങ്ങോട്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഒരു നമ്മൾക്ക് കുറച്ച് ചെയ്ത്, കാരണം വെച്ചാൽ നമുക്ക് ഒരുപാട് ഉണ്ടാക്കി വെച്ച് നമുക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല. താത്തിയ വിലയ്ക്ക് കൊണ്ടുപോയി ബിസിനസ്സുകാരുടെ അടുത്ത് കൊടുക്കാനും പറ്റില്ല. നമ്മളെക്കുറിച്ച് അറിഞ്ഞ് കേട്ട് ആളുകൾ നമ്മുടെ അടുത്ത് നിന്ന് വന്ന് മേടിച്ചെങ്കിൽ മാത്രമേ ഇത് ആളുകൾക്ക് ഉപകാരപ്പെടുള്ളൂ. ഞാനിപ്പം കണ്ടമാനം താത്തി വേറെ എന്തെങ്കിലുമൊക്കെ മാൽ പ്രാക്ടീസിൻ്റെ അത് ചെയ്ത് കൊണ്ടു കൊടുത്ത് അങ്ങനെ ഒരു ബിസിനസ് പിടിക്കാൻ നമ്മൾ ആഗ്രഹമില്ല. നമുക്ക് അതിനുവേണ്ടി അല്ലല്ലോ നമ്മൾ തുടങ്ങിയത്. ഒരു നമ്മളൊരു ബിസിനസ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിനേക്കാൾ ഉപരി എണ്ണയ്ക്കകത്ത് ഇതുപോലുള്ള അഡൾട്രേഷൻസ് നടക്കുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു സംരംഭം തുടങ്ങി. അല്ല, ഇടുക്കി പോലുള്ള ഈ തണുപ്പുള്ള ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു കാര്യം തുടങ്ങുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു സംഗതിയൊന്നുമല്ല. പക്ഷേ സമൂഹത്തോടുള്ള ഒരു പ്രതിബദ്ധത കൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയത്. അല്ല, കുറച്ച് പേർക്കെങ്കിലും നമുക്ക് അറിഞ്ഞു കേട്ട് വരുമ്പം ഇങ്ങനെ പലയിടത്തും ചെറിയ ചെറിയ യൂണിറ്റുകൾ ഇങ്ങനെ നല്ല നിലയിൽ തുടങ്ങാനായിട്ട് സാധിച്ചാൽ അങ്ങനെ നമുക്ക് ഈ മാർക്കറ്റിലെ ഈ വലിയ പ്രശ്നത്തെ അതിജീവിക്കാൻ പറ്റുമായിരിക്കും. അതുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ തുടങ്ങിയതായത്. നമുക്ക് വേറെന്തൊക്കെയാ ഇവിടെ? നമുക്ക് പ്രധാന പിന്നെ ഉള്ളത് ഞാൻ പറഞ്ഞത് തേയിലയുണ്ട്, കാപ്പിപ്പൊടിയുണ്ട്, നമ്മൾ ഹണി കുറച്ച് ചെയ്യുന്നുണ്ട്, അതുപോലെ ഇപ്പം കോക്കനട്ട് ഓയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റ് ചെറിയ പ്രൊഡക്റ്റുകളെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട്. മറ്റേ മസാല സ്പൈസസ് നമുക്കുണ്ട് കുറച്ച്. അങ്ങനെയുള്ള ഇവിടെ തന്നെ ഉണ്ടല്ലോ സ്പൈസസ് എല്ലാം തന്നെ ഹൈ റേഞ്ചിലാണ് ഏറ്റവും നല്ല സ്പൈസസ് ഉള്ളത് നമുക്കറിയാം. ഇപ്പോൾ ഏലക്കയാണെങ്കിലും കുരുമുളകാണെങ്കിലും ജിഞ്ചർക്ക് ഞങ്ങൾ ഈ വർഷം ഇവിടെ തന്നെ ഞങ്ങളുടെ കോമ്പൗണ്ടിൽ തന്നെ ഞങ്ങൾ കുറേ ഇഞ്ചി നടുകയും ഒക്കെ ചെയ്തു. ഒരു നല്ല വിളവൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇഞ്ചി കൊടുക്കാൻ ചെന്നപ്പോൾ അതിന് വിലയില്ല. അവിടെ നമ്മൾ ചുക്കാക്കി നമ്മൾ ജിഞ്ചർ ടീയും ജിഞ്ചർ കോഫിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എസൻസോ കെമിക്കലോ ഒന്നും ചേർക്കാതെ ഞങ്ങളുടെ ജിഞ്ചർ കോഫി ആണെങ്കിൽ ജിഞ്ചർ കറക്റ്റായിട്ട് ജിഞ്ചർ ചേർന്നിരിക്കും. അല്ലാതെ അതിൻ്റെ കെമിക്കൽ ചേർത്തുള്ള ഒരു പ്രൊഡക്റ്റ് അല്ല ഞങ്ങളുടേത്. ജിഞ്ചർ ടീ കറക്റ്റായിട്ടും ജിഞ്ചറായിരിക്കും അതിൻ്റെ അകത്ത് ബ്ലെൻഡ് ചെയ്യപ്പെടുന്നത്. അല്ലാതെ അതിൻ്റെ ഒരു കെമിക്കൽസും ഞങ്ങൾ ഉപയോഗിക്കില്ല. ഇപ്പോൾ കാർഡമം ടീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഡമം തന്നെ കൃത്യമായിട്ട് അതിൻ്റെ അത് ബ്ലെൻഡ് ചെയ്യപ്പെടും. അല്ലാതെ അതിൻ്റെ കെമിക്കൽ ചേർത്ത് ഉള്ളൊരു പരിപാടി ചെയ്യില്ല. അതാണ്. അപ്പോൾ നമുക്കിതെല്ലാം ഉണ്ട്. അപ്പോൾ ഉള്ള സാധനം നന്നായിട്ട് ഇതിനകത്ത് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായി. ഇനി ആളുകൾക്ക് ഇതൊന്നും ചെയ്തില്ലെങ്കിലും നോർമൽ കാപ്പിപ്പൊടി മേടിച്ചിട്ട് നന്നായിട്ട് ഇഞ്ചി ചേർത്ത് കഴിഞ്ഞാൽ നല്ലത് കുടിക്കാം. അല്ലാതെ ജിഞ്ചർ ടീ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കമ്പനിക്കാരെ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പില്ല. അതാണ്. അതേസമയം ഒരു 2 ഈ ചുക്ക് ഇച്ചിരി ഇടിച്ച് പൊടിച്ച് നമ്മുടെ ഈ കാപ്പിക്കകത്തങ്ങ് ഇട്ട് കുടിച്ചാലും മതി. മനസ്സിലാവുന്നില്ലേ? അതതിൻ്റെ കാര്യം. കാരണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇതിനുകൊണ്ട് പ്രയോജനമില്ല. നമ്മൾ ഇവിടെ തേയില തുടങ്ങിയിട്ട് പ്രൊഡക്ഷൻ തുടങ്ങിയിട്ട് എത്ര കാലമായി ഇപ്പോൾ? 23 കൊല്ലത്തോളമായി. അല്ലേ? ഇവിടുന്ന് എങ്ങനെയാ അത് നമ്മൾ കളക്ട് ചെയ്യുന്നത്? ഇവിടുന്ന് തന്നെ നമ്മുടെ കർഷകർ തന്നെയാണോ കളക്ട് ചെയ്യുന്നത്? നമ്മൾ വേറെ പോയി കളക്ട് ചെയ്യുന്നുണ്ടോ? അതിനൊരു പശ്ചാത്തലമുണ്ട് ഈ പറഞ്ഞ ചോദ്യത്തിന്. അതായത് ഞാൻ പറഞ്ഞ 23 കൊല്ലം മുമ്പ് ഈ ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങാനൊരു സാഹചര്യം ഉണ്ടല്ലോ. ഇവിടെ ഒരു കുരുമുളക് കൃഷിയും കാപ്പിയും അങ്ങനെയുള്ള കൃഷികളായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. പിന്നെ കുറേ സ്ഥലങ്ങളിങ്ങനെ വെറുതെ കാലിയായിട്ട് മേടും പ്രദേശമായിട്ട് കിടക്കുമായിരുന്നു. അവിടെ കന്നുകാലിയെ വളർത്തിയൊക്കെ ആളുകൾ ഇങ്ങനെ ജീവിച്ച് പോകുന്നു. വളരെ ദാരിദ്ര്യം പിടിച്ച ഒരു സാഹചര്യം അന്നുണ്ട്. ഈ 20-25 കൊല്ലം മുമ്പത്തെ കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പിടിച്ച ഒരു സമയത്ത് തങ്കമണി പള്ളിയിലെ വികാരിച്ചനായിരുന്ന ബഹുമാനോട് മാത്യു കോണിക്കലച്ഛൻ, അച്ഛന് തങ്കമണി വികാരിച്ചനാണ്. അച്ഛൻ ഈ ഹൈറേഞ്ചിൽ പല പ്രദേശം അടുത്ത പള്ളികളിലെല്ലാം ഇരുന്ന അച്ഛനാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ദാരിദ്ര്യാവസ്ഥയെക്കുറിച്ച് അച്ഛന് അറിയാമായിരുന്നു. അപ്പോൾ അച്ഛൻ നോക്കിയപ്പോൾ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ കാലിയായിട്ട് കന്നുകാലി വളർത്തി മേടും പ്രദേശമായിട്ട് ഇങ്ങനെ കിടക്കുന്നു. അച്ഛൻ്റെ ചിന്തയിൽ മൂന്നാറിലും വാഗമണിലും പീരുമേട്ടിലും ഒക്കെ തേയിലത്തോട്ടം ഉണ്ട്. എന്തുകൊണ്ട് കാൽവരി മൗണ്ടിലായിക്കൂടാ? കാരണം ഇത് ഏതാണ്ട് ആ സമാനമായ ഹൈറ്റും തണുപ്പും കാലാവസ്ഥയും എല്ലാം ഉള്ള വാഗമൺ മൂന്നാറും ഒക്കെ പോലെയുള്ള ഒരു സ്ഥലമായിരുന്നത് കൊണ്ട് അച്ഛൻ്റെ മനസ്സിലാണ് ഇങ്ങനെ ഒരു തേയില കൃഷിയെക്കുറിച്ചുള്ള ചിന്ത ആദ്യം ഉണ്ടാകുന്നത്. അപ്പം അച്ഛനത് ചിന്തിക്കുക മാത്രമല്ല ചെയ്തത്, അച്ഛനത് പ്രായോഗിക തലത്തിലോട്ട് കൊണ്ടുവരാനായിട്ട് അച്ഛൻ പരിശ്രമിച്ചു. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആളുകളെല്ലാം കൂട്ടിക്കൊണ്ട് ചെറിയ സംഘങ്ങളൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് ഈ ഊട്ടിയെടുത്ത് കുന്നൂരെന്ന് പറയുന്ന സ്ഥലമുണ്ട്. അപ്പം കുന്നൂരെന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഈ ബഡ് തൈകൾ അച്ഛൻ കൊണ്ടുവന്ന ആളുകളെ ഒരു പുതിയ കൃഷി അങ്ങ് പഠിപ്പിക്കുകയോ ചെയ്തേ. ഒന്നേ നിങ്ങൾ പഠിപ്പിക്കുക. അപ്പോൾ തേയില കൃഷി അറിയത്തില്ലല്ലോ സാധാരണ മനുഷ്യർ. അവരെ തേയില കൃഷി ഓരോ തൈ നട്ട് പിടിപ്പിച്ച് അവരെ അത് പഠിപ്പിച്ച് 2-3 കൊല്ലം കൊണ്ട് ചെറിയ ചെറിയ തോട്ടങ്ങൾ ഉണ്ടായി. 1 ഏക്കർ, 2 ഏക്കർ, 3 ഏക്കർ, 4 ഏക്കർ അങ്ങനെ ചെറിയ തോട്ടങ്ങളുണ്ടായി. അപ്പം അങ്ങനെ തോട്ടങ്ങളുണ്ടായപ്പോൾ ആ തോട്ടങ്ങൾ നമുക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇല വെട്ടി ചാക്കിൻ്റെ അകത്ത് കെട്ടിവെക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഏലക്കായോ കുരുമുളകോ കാപ്പിക്കുരുവോ ഒക്കെയാണ് നമ്മൾ പറിക്കുന്നു, വെയിലത്തിട്ട് ഉണങ്ങുന്നു, അല്ലെങ്കിൽ ഏലക്കയാണെങ്കിൽ ഡ്രയറിൽ ഉണങ്ങുന്നു. എന്നിട്ട് നമുക്ക് ചാക്കിൽ കെട്ടി ഇത് സൂക്ഷിക്കാം. പിന്നീട് എപ്പോഴേലും നമ്മൾ മാർക്കറ്റിൽ നമുക്ക് കൊണ്ടുപോയി കൊടുത്താൽ മതി.
തേയിലയുടെ പ്രശ്നം വെച്ചാൽ നമുക്ക് ഇല കട്ട് ചെയ്ത് നമ്മുടെ ചാക്കിനകത്ത് കെട്ടി എന്നാൽ ഇത് ഒരു വർഷം കഴിഞ്ഞ് കൊടുക്കുന്നുള്ളൂ എന്ന് തീരുമാനിച്ച് വെക്കാൻ പറ്റില്ല. തേയില കൊളുന്ത് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്രോസസ്സിങ്ങിന് വിട്ടേ പറ്റുള്ളൂ. അങ്ങനെ പ്രോസസ്സിങ്ങിന് വിട്ടേ പറ്റുള്ളൂ എന്നൊരു സാഹചര്യം വന്നപ്പോഴുള്ള പ്രതിസന്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യകാലത്ത് ഇവിടുന്ന് അകലെയുള്ള ABT പശുപ്പാറയ്ക്കോ അല്ലെങ്കിൽ മൂന്നാറിനോ ഒക്കെ ഈ നിസ്സാരപ്പെട്ട കൊളുന്തുമായിട്ട് കൊണ്ടുപോയി കൊടുത്തത് മുതലാക്കാൻ കൃഷിക്കാരന് പറ്റില്ല എന്ന ബോധ്യം അച്ഛനുണ്ടായി. അപ്പം ഇതിനൊരു വിപണി ഉണ്ടായേ പറ്റുള്ളൂ, ഒരു പ്രോസസ്സിങ് യൂണിറ്റ് ഉണ്ടായേ പറ്റുള്ളൂ. മനസ്സിലായി? അങ്ങനെ പ്രോസസ്സിങ് യൂണിറ്റ് ഉണ്ടായേ പറ്റുള്ളൂ എന്ന സാഹചര്യം വന്നപ്പോൾ അച്ഛൻ്റെ പ്രോജക്റ്റൊക്കെ വെച്ച് ജീവൻ ടി എന്ന പേരൊക്കെ കൊടുത്ത് അച്ഛൻ ഉണ്ടാക്കിയതാണ്. ഇവിടുത്തെ ചെറുകിട കൃഷിക്കാരിൽ നിന്ന് അച്ഛൻ ഈ കൊളുന്ത് വിലക്കെടുത്ത് പിന്നെ പ്രോസസ്സിങ് അങ്ങ് ആരംഭിക്കുകയോ ചെയ്തു. അതതിൻ്റെ ഒരു പശ്ചാത്തലം. ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അന്ന് വളരെ ദാരിദ്ര്യം, ഞാൻ പറഞ്ഞല്ലോ, ദാരിദ്ര്യം പിടിച്ച സാഹചര്യത്തിൽ നിന്ന് ഈ കാൽവരി മൗണ്ട് പ്രദേശം ഇന്ന് വളരെ സമ്പന്നമായ ഒരു പ്രദേശമായി കഴിഞ്ഞു. അതിനെല്ലാം ഒരു തുടക്കം കുറിച്ചത് ഈ തേയില കൃഷിയും ഈ ടീ ഫാക്ടറിയും അച്ഛന്മാരുടെ വലിയ നേതൃത്വമൊക്കെ തന്നെയായിരുന്നു. ഇപ്പോഴും നമ്മുടെ കർഷകരുടെ നമ്മൾ കർഷകരിൽ നിന്ന് കളക്ട് ചെയ്യുക ചെയ്യുന്നത്. കർഷകരിൽ നിന്ന് ഇപ്പം കളക്ട് ചെയ്യുന്നത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഇപ്പം ഒരുപാട് ഏരിയയിൽ ഈ സംഗതിയായി. ഇപ്പം ഇതിൻ്റെ ഇതുകൊണ്ട് ജീവിക്കുന്ന അനേകം ആളുകൾ ഇതിൻ്റെ ഏജന്റുമാർ ഇവിടുന്ന് ഇഷ്ടംപോലെ കൊളുന്ത് കളക്ട് ചെയ്യുന്നു. അതുകൊണ്ട് ഡ്രൈ സീസണിൽ വലിയ വിലയ്ക്ക് കൊണ്ടുപോയി വലിയ ഫാക്ടറികളിൽ കൊണ്ടുപോയി കൊടുക്കുന്നു. കുറച്ച് പേര് നമുക്ക് ഇവിടെ തരുന്നു. ഇനി ഒരുപാട് സീസൺ ടൈമിൽ മറ്റ് ഫാക്ടറികളൊന്നും എടുക്കാതെ വരുമ്പോൾ എല്ലാവരും ഇവിടെ കൊണ്ടുപോയി തരുന്ന സാഹചര്യം വരുന്നു. അങ്ങനെയൊക്കെയുള്ള ഇപ്പോൾ ഇതൊരു വലിയ ജീവിത മാർഗമായിട്ട് ഇവിടെ മാറിക്കഴിഞ്ഞു. ഇതിന്റെ പ്രോസസ്സ് എങ്ങനെയാണ് ഇവിടെ നമ്മുടെ അവൈലബിൾ ആയ ടെക്നിക്കൽ സാധനങ്ങൾ എന്തൊക്കെയാണ്? അതെ, തേയില നമ്മളിങ്ങനെ ലീഫ് എടുക്കുന്നു. അപ്പം സാധാരണഗതിയിൽ ഇന്ന് വൈകുന്നേരം കളക്ട് ചെയ്യുന്ന ലീഫാണ് നാളെ നമ്മൾ പ്രോസസ്സിങ്ങിലേക്ക് വിടുന്നത്. അപ്പോൾ ഇന്ന് എടുത്ത് തൂക്കി നമ്മളത് വെതറിങ് ട്രഫ് ഉണ്ട്, വെതറിങ് ട്രഫിലേക്ക് ഈ ഇല നമ്മൾ ഇടുന്നു. അവിടുന്ന് അത് പിറ്റേ ദിവസം രാവിലെയാണ് വെതറിങ്ങൊക്കെ പൂർത്തിയായി അതിൻ്റെ മോയ്സ്ചർ ജലാംശമൊക്കെ കുറച്ച് കഴിഞ്ഞ് തേയില ചെടിയിൽ നിന്ന് ഈ കൊളുന്ത് കട്ട് ചെയ്യുന്ന സമയം മുതൽ ഇതിൻ്റെ ഫെർമെൻറ്റേഷൻ ആരംഭിച്ചു യഥാർത്ഥത്തിൽ. അപ്പോൾ ആ ഫെർമെൻറ്റേഷൻ ആണ് ഇതിൻ്റെ എന്നിട്ട് അത് വെതറിങ് ഞാൻ പറഞ്ഞു ഒരു നൈറ്റ് മുഴുവൻ ഈ വെതറിങ് ട്രഫിൽ കിടന്നിട്ട് പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് നമ്മൾ പ്രോസസ്സിങ്ങിന് വിടുന്നു. അപ്പം അത് എല്ലാം മോട്ടോർ വാൾ വെച്ചുള്ള കട്ടിങ്ങുകളാണ് നടക്കുന്നത്. ഒരു ഡ്രമ്മിൽ ആദ്യം അത് കട്ട് ചെയ്യുന്നു, പിന്നെ ഒരു റോട്ടോബാൻ എന്ന് പറയുന്ന പ്ലേസിൽ അത് വിടുന്നു, അവിടെയും കട്ടിങ് നടക്കുന്നു. പിന്നെ ഒരു മെയിൻ കട്ടിങ്ങും 5 സബ്സിഡറി കട്ടിങ്ങുകൾ നടക്കുന്നു. അത് ഇനി ഫെർമെൻറ്റേഷൻ ഡ്രം എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ ആ ഡ്രമ്മിൽ ഫെർമെൻറ്റേഷൻ നടന്നതിന് ശേഷം ഈ ചായ നമ്മൾ വറുക്കാനായിട്ട് ചേംബർ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് വരുന്നു. ചേംബറിൽ അത് വറുത്തിട്ട് 3 ടേബിൾ ക്ലീനിങ്ങിൽ പോകുന്നു. ക്ലീനിങ്ങിന് ശേഷം നമ്മളത് ഗ്രേഡിങ്ങിലേക്ക് പോകുന്നു. അപ്പോൾ ഗ്രേഡിംഗ് എന്ന് പറയുമ്പോൾ ഏറ്റവും എല്ലാ സംഗതിയും ഗ്രേഡ് ചെയ്യപ്പെടുന്ന പോലെ തന്നെ ചായപ്പൊടിയും ഗ്രേഡ് ചെയ്യും. ഏറ്റവും നൈസ് പൊടി, അതിന് മുകളിലുള്ള പൊടി, അങ്ങനെ പല SFD, SRD, RD, PD, GD എന്നൊക്കെ പല പേരുകളിലാണ്. അപ്പോൾ അങ്ങനെ പല ഗ്രേഡിലേക്ക് ചായ ഇറങ്ങി വരുന്നു. അങ്ങനെ വരുന്ന ചായനെ പിന്നെ നിശ്ചിത അനുപാതത്തിൽ ബ്ലെൻഡ് ചെയ്യും. ഇപ്പോൾ SFD, SRD, RD, PD എന്നൊക്കെ പറയുന്ന ഡസ്റ്റ് ഗ്രേഡുകളെ നിശ്ചിത അനുപാതത്തിൽ ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ചായക്ക് ഓരോ പേര് കൊടുക്കും. ഇപ്പം GNT ഗോൾഡ്, GNT പ്രീമിയം, GNT സൂപ്പർ സ്ട്രോങ് എന്നൊക്കെ പറഞ്ഞ് പല പേരുകളിലോട്ട് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ആ ഒരു പ്രോസസ്സിങ് നടക്കുന്നത്.
ഇതിൻ്റെ ഒരു നമ്മൾ കൊടുക്കുന്ന മാർക്കറ്റിംഗ് എങ്ങനെയാണ്? നമുക്ക് ഔട്ട്ലെറ്റ് മാത്രമാണോ കൊടുക്കുന്നത് അതോ? ഔട്ട്ലെറ്റിലൂടെ കൊടുക്കുന്നു. നമ്മൾ പിന്നെ ഈ നമ്മൾ നിലവിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന ചായയുടെ ഒരു നല്ല ഒരു 70% ചായപ്പൊടിയും നമ്മൾ കൊച്ചിയിലേക്ക് ഓപ്ഷനിൽ വിൽക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഓപ്ഷനിൽ. അപ്പോൾ കൊച്ചിയിൽ ഓപ്ഷൻ വെച്ചുമ്പോൾ വലിയ കമ്പനികളും പ്രൈവറ്റ് പാർട്ടികളെല്ലാം നമ്മുടെ ചായ ഓപ്ഷനിൽ മാർക്കറ്റിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകും. എന്നിട്ട് അവരുടേതായ രീതിയിൽ റീപാക്കിങ്ങോ അല്ലെങ്കിൽ മറ്റ് വലിയ കമ്പനികളാണെങ്കിൽ അവരുടെ പാക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയോ ഒക്കെ ചെയ്ത് നമ്മുടെ ചായ മാർക്കറ്റിൽ അങ്ങനെ പോകുന്നു. പിന്നെ GNT എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഒരു 30% ചായയൊക്കെ നമ്മൾ നമ്മുടെ ബ്രാൻഡിൽ നമ്മുടെ കവറിൽ ഇറങ്ങി പോകുന്നുള്ളൂ. ബാക്കി മുഴുവൻ ചായയും ഈ രീതിയിലാണ് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് വളരെ യഥാർത്ഥത്തിൽ അവിടെ നമുക്ക് മാർക്കറ്റിൽ നമ്മുടെ ബ്രാൻഡിൽ നമ്മുടെ പേരിൽ ഇറങ്ങിപ്പോയെങ്കിൽ മാത്രമാണ് നമുക്ക് ബെനിഫിറ്റ് ഉള്ളത് യഥാർത്ഥത്തിൽ. മറ്റ് പലരുമാണ് അതിൻ്റെ ഗുണഭോക്താക്കൾ മറ്റ് പല കമ്പനികളും ആയിരിക്കും, അല്ലെങ്കിൽ മറ്റ് പല ഏജൻസികളും ആയിരിക്കും. നമുക്ക് ആവറേജ് കിട്ടുന്ന വാല്യൂ എത്രയാണ്? ആവറേജ് ഇപ്പോൾ ഈ ഓരോ സമയത്തും വ്യത്യാസമുണ്ട്. ഇപ്പം ഡ്രൈ സീസണിൽ ഇപ്പോൾ ഒരു ഓപ്ഷൻ ആവറേജ് എന്നൊക്കെ പറഞ്ഞ ഒരു 130 ആ റേഞ്ചിലോട്ടൊക്കെ പോകും. അത് സീസൺ ആകുമ്പോൾ ചിലപ്പോൾ 70 ഒക്കെ ആയി പോകും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോസാണ്, നമുക്ക് കയ്യിൽ നിന്ന് പോകും. അപ്പോൾ അങ്ങനെ 70 ഒക്കെ ആയി കഴിയുമ്പോൾ കർഷകരെ വേണ്ട പോലെ സഹായിക്കാൻ പറ്റാതെ പോകും. കാരണം നമുക്ക് ഒന്ന് ബേസിക്കലി ലോസാണ്. ആ കൂടെ നമുക്ക് കുളം തൊരുകയാണെന്ന് വെച്ചാൽ നല്ല വിലയ്ക്ക് കൃഷിക്കാരിൽ നിന്ന് എടുക്കാൻ പറ്റാതെ പോകുന്നു. അതേസമയം നമ്മുടെ ബ്രാൻഡിൽ തന്നെ ഈ ചായ പോയെങ്കിൽ മാത്രമേ കൃഷിക്കാരെ ഉൾപ്പെടെ നമുക്ക് സഹായിക്കാനായിട്ട് പറ്റുള്ളൂ. അത് അത്രേ ഉള്ളൂ. നമ്മുടെ ഇപ്പോൾ തേയില പ്രൊഡക്ട്സ് ഒക്കെ നമ്മുടെ ഇടവകക്കാരൊക്കെ മേടിച്ച് വിൽക്കുന്നുണ്ടോ? അതിൻ്റെ ഒരു ഫണ്ട് റേസിങ് പരിപാടിക്കോ അല്ലെങ്കിൽ നമ്മുടെ സംഘടനകളൊക്കെ അങ്ങനെ വാങ്ങി മാർക്കറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു സാധ്യത എങ്ങനെയാണ്? അതിൻ്റെ ഒരു യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു മാർക്കറ്റിംഗ് മാത്രമേ നമുക്ക് എളുപ്പമുള്ള ചെയ്യേണ്ടത് അതാണ്. അതായത് നമ്മുടെ ഇടവകളിൽ വിവിധ ഭക്ത സംഘടനകളൊക്കെ ഉണ്ട്. മാതൃവേദി, പിതൃവേദി, വിൻസെൻ്റ് ഇപ്പോൾ, KCYM, സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ, അല്ലെങ്കിൽ എല്ലാ വിവിധ രൂപതകളിലെ സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏകോപിപ്പിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാലൊക്കെയാണ് നമുക്ക് നല്ല നിലയിൽ നല്ല രീതിയിൽ ഇത് കൊണ്ടുപോകാനായിട്ട് എളുപ്പമുള്ളൂ. യഥാർത്ഥത്തിൽ അതിന് ഡയറക്റ്റ് മാർക്കറ്റിംഗ് നടക്കണം. അപ്പോൾ നമുക്കിപ്പം ഏതെങ്കിലുമൊക്കെ സംഘടനകളൊക്കെ കൊണ്ടുപോകണമെങ്കിൽ അവർക്കൊരു ഫണ്ട് റേസ് ചെയ്യാനും പറ്റും. കാരണം അവർക്കൊരു മാർജിൻ ഇട്ട് ഇത് നല്ല പ്രൊഡക്റ്റ് ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഞങ്ങൾ അതിന് തയ്യാറാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സംഘടനകൾ തയ്യാറായി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സംഘടനകൾക്ക് വഴി നമുക്ക് ഈ പ്രൊഡക്റ്റ് നമ്മുടെ ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. അത് വളരെ ഗൗരവമായിട്ട് ആലോചിക്കേണ്ടതുമായ ഒരു കാര്യമാണ്. അതെ, കർഷകരുടെ സൈഡിൽ നിന്നും അതുപോലെ തന്നെ ഈ വിളവെടുപ്പിൻ്റെ സമയത്തോ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഈ പ്രൊഡക്ഷൻ്റെ ഉള്ളൊരു മാർക്കറ്റ് ചെയ്യുന്നതിൻ്റെയോ അതിൻ്റെ ഒക്കെ ഒരു നെഗറ്റീവ് ലോസ് എങ്ങനെയാണ്? നമുക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് കൂടുതലും? മാർക്കറ്റിംഗ് തന്നെയാണോ അതോ? മാർക്കറ്റിംഗ് ആണ് യഥാർത്ഥത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാളും പ്രയാസപ്പെട്ട കാര്യം മാർക്കറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ അകത്ത് മാർക്കറ്റ് അതാണല്ലോ. ഉൽപ്പാദിപ്പിക്കാം, നമുക്ക് എങ്ങനെയും നല്ല സാധനം ഉൽപ്പാദിപ്പിക്കാം. ഇപ്പം ഇപ്പം വെളിച്ചെണ്ണ ഞങ്ങൾക്ക് 100% ഉറപ്പാണ്. ഞങ്ങളുടെ വെളിച്ചെണ്ണ നല്ലതാണ്, 100% ഞങ്ങൾക്ക് ഉറപ്പാണ്. കാരണം നമ്മൾ അതിൻ്റെ അകത്ത് വേറെ ഒരു അഡൾട്രേഷൻ നടത്തുന്നില്ല. ഏറ്റവും നല്ല കൊപ്ര കളക്ട് ചെയ്യുന്നു, ഞങ്ങൾ നല്ല രീതിയിൽ ചെയ്യുന്നു, ഒരു തരത്തിലുള്ള മിക്സിങ് നടത്തുന്നില്ല. 100% ഞങ്ങളുടെ ഉൽപ്പന്നത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ഇപ്പോൾ തേയിലയ്ക്ക് അത് ഒരു തരത്തിലുള്ള അഡൾട്രേഷൻസ് നടത്തുന്നില്ല. കളറ്, കെമിക്കൽസ്, എക്സ്ട്രാ ഫിറ്റിങ്സുകൾ ഒന്നും ഞങ്ങളുടെ ടീയിൽ ചെയ്യുന്നില്ല. അപ്പം ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റും. പക്ഷേ മാർക്കറ്റിൽ എത്തിക്കുക എന്ന് പറയുന്നതിൻ്റെ അകത്ത് സ്ട്രഗിളുണ്ട്. കാരണം ഏറ്റവും മോശപ്പെട്ട സാധനം ഏറ്റവും ആകർഷകമായ രീതിയിൽ മാർക്കറ്റിൽ കിട്ടുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഏറ്റവും മോശപ്പെട്ട ഒരു സാധനം ഏറ്റവും ആകർഷകമായ രീതിയിൽ മാർക്കറ്റിൽ എത്തിക്കാൻ ഇപ്പോൾ കലയുള്ളവരുണ്ട്. അവരോട് മത്സരിക്കുക എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, അതിന് പല കാര്യങ്ങളുണ്ട്. എല്ലാം ഇപ്പോൾ ഇവിടെ ഇരുന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. എന്നാൽ പോലും അത് ഏകദേശം മനസ്സിലാവല്ലോ. അതാണ് അതിൻ്റെ പ്രശ്നം. നമ്മുടെ ആളുകൾ ബോധവൽക്കരിക്കപ്പെടണം. നല്ല ഒരു ബോധവൽക്കരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിനും ഈ പറഞ്ഞ പോലെ നമ്മൾ ആളുകളിലേക്ക് എത്തണം. ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാക്കുന്നുണ്ട്, ഇത് നല്ലതാണ്, അങ്ങനെ അത് എത്തിക്കാൻ പറ്റുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം കൂടെയാണ്. പക്ഷെ അത് പറയുമ്പോഴും ഈ ഒരു ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ വെളിച്ചെണ്ണ ഉണ്ടാക്കിയിട്ട് ഞാനൊരു കടയിൽ കൊണ്ട് വിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ കാര്യം നടക്കില്ല. അത് അങ്ങനെ ഞാൻ അങ്ങനെ അതുകൊണ്ട് താല്പര്യമുള്ള ആളുകൾ ഇത് അറിഞ്ഞ് കേട്ട് ഇത് നല്ലതാണെന്നുള്ള ബോധ്യപ്പെട്ട് വരട്ടെ. കുറച്ച് മനുഷ്യരെ സഹായിക്കാൻ പറ്റിയുള്ളതിലും അതിൽ സന്തോഷം കണ്ടെത്താനായിട്ട് ഞാൻ ഇപ്പം നോക്കുന്നത്. എന്ന് പറഞ്ഞാൽ പതുക്കെ അതറിഞ്ഞ് ആയിക്കൊള്ളൂ എന്നുള്ള വിചാരം.